നെടുമ്പാശ്ശേരിയിലെ കിഡ്നാപ്പ് സംഘം. സ്വർണ്ണക്കടത്ത്, ലഹരിക്കടത്ത് ഇടപാടുകൾക്കായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ മാഫിയ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കാസർഗോഡ് സ്വദേശിയായുള്ള ഒരു യുവാവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി പോലീസ് 5 യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചി, മട്ടാഞ്ചേരി, നെടുമ്പാശ്ശേരി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന സംഘത്തിൽപ്പെട്ട 5 യുവാക്കളാണ് ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മട്ടാഞ്ചേരി പീടികപ്പറമ്പിൽ ആന്റണി നിസൽകോൺ എന്ന് പറയുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ്, ഫോർട്ട് കൊച്ചി ചിറപ്പുറം ഒന്നരക്കാട്ടിൽ ഹംദാൻ ഹരീഷ് 21 വയസ്സാണ് യുവാവിന്റെ പ്രായം, ചുള്ളിക്കൽ മലയിൽ ബിബിൻ 26 വയസ്സുള്ള യുവാവ്, അതോടൊപ്പം പള്ളുരുത്തി രാമേശ്വരം തെക്കേവാരിയും വിഷ്ണു വിനോദ് 21 വയസ്സുള്ള മറ്റൊരു യുവാവും, ഏറ്റവും ഒടുവിൽ ഫോർട്ട് കൊച്ചി നെസ്രത്ത് മൂലൻകുഴി പുല്ലൻതറ ജോയൻ ജോർജ് 22 വയസ്സ് മാത്രം പ്രായമുള്ള 5 യുവാക്കളെയാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇങ്ങനെ പിടികൂടിയിരിക്കുന്നത്. ഈ സംഘം ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സംഘത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളാണെന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ആസൂത്രിതമായുള്ള നീക്കം തന്നെയായിരുന്നു പ്രതികൾ നടത്തിയിരുന്നത്. ദുബായ് അജ്മാനിലെ കഫേയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സമയം നോക്കി 5 അംഗ സംഘം അവിടെ എത്തിച്ചേരുന്നു. ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്ന് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിലേക്ക് നടന്നു പോകുന്ന യുവാവിന്റെ തൊട്ടു പിന്നാലെ എത്തിയ ഒരു സംഘം ആദ്യഘട്ടത്തിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമായിരുന്നു കവർച്ച നടത്തുന്നത്. യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോണും പണവും അടങ്ങുന്ന ബാഗ് ഈ സംഘം കൈക്കലാക്കിയതിനു ശേഷമായിരുന്നു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി യുവാവിനെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നത്. വാഹനത്തിൽ കൊണ്ടുപോകുന്ന വഴിയിലൊക്കെ തന്നെ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ആലുവ പറവൂർ കവലയിലാണ് യുവാവിനെ ഇവർ ഉപേക്ഷിക്കുന്നത്. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് 5 അംഗ സംഘം അറസ്റ്റിലായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ കൊച്ചി.